Hello, good evening, everybody. Welcome to Shahnaz in Wonderland. Another episode to go with you all. Hope you all enjoy. ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ്. അതിൽ ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ കാര്യമാണ് ഇപ്പം പറയാൻ പോകുന്നത്. എനിക്ക് രണ്ട് പർവീൻ ഉണ്ടായിരുന്നല്ലോ, 9th 10th രണ്ട് പർവീൻ ഫ്രണ്ട്സായിട്ട്. അതിൽ രണ്ടും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു പർവീൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ആ പർവീൻസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു, എലിഗൻ്റ് ആയിരുന്നു, ഭയങ്കര ബ്രെയിൻ ആയിരുന്നു, IQ ഭയങ്കര, ജനറൽ നോളേജൊക്കെ ഭയങ്കരമായിരുന്നു. അപ്പോൾ അവർ പിന്നെ അവളുടെ ഫാദർ അംബാസിഡർ ആയിരുന്നു, ഐ എസ് ഇതാണ് പോസ്റ്റിങ്. പിന്നെ അൾജീരിയയിലും വെനസ്വേലയിലൊക്കെ അംബാസിഡർ ആയിരുന്നു. അവിടെ പഠിക്കുന്ന സമയത്ത് അൾജീരിയയിലായിരുന്നു ഫാദർ. അപ്പോൾ ഇവൾക്ക് എനിക്ക് തോന്നുന്നു ഫാദറിൻ്റെ ഫുൾ ബ്രെയിൻസ് ഇവക്കാണ് കിട്ടിയത്. ഇവളൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു, നസ്രീൻ. അവൾ ആവറേജ് ആയിരുന്നു, ലുക്സിലും ആവറേജ് ആയിരുന്നു, പക്ഷെ നല്ല കുട്ടിയായിരുന്നു, നല്ല മെച്യൂർ ആയിരുന്നു. രണ്ടാളും തമ്മിൽ എപ്പോഴും അടിയാണ്. പർവീൻ എപ്പോഴും പറയും, നിന്നെ മാറിപ്പോയി, ലേബർ റൂമിൽ നിന്ന് മാറിപ്പോയതാണ്, നിന്നെ, നീ എൻ്റെ സിസ്റ്ററല്ല. ഇവർ 4 സിസ്റ്റേഴ്സ് ഒരു ബ്രദറാണ്. അപ്പോൾ ഈ ബ്രദർ മിഡിലാന്ന് തോന്നുന്നു. ബ്രദർ ഭയങ്കര ക്രിക്കറ്റ് ഫാനായിരുന്നു. അപ്പോൾ അവന് നാട്ടിലൊരു ക്രിക്കറ്റർ ഉണ്ടായിരുന്നു, ഭയങ്കര ഫാൻ. എനിക്ക് പേര് മറന്നുപോയി. ഒരു പഞ്ചാബി ആയിരുന്നു, അത് ഓർമ്മയുണ്ട്, ഒരു പഞ്ചാബി പയ്യൻ. അപ്പോൾ ഇവൾക്ക് ക്രഷ് ഉണ്ടായിരുന്നു പർവീനിന് അവനായിട്ട്. അപ്പോൾ ഇവളെന്താ ചെയ്യുക, ഇവൾ ഭയങ്കര ആബ്സെൻറ്റ് മൈൻഡ്, ജീനിയസ് ആണെങ്കിൽ ആബ്സെൻറ്റ് മൈൻഡാണ്. നമ്മൾ സ്റ്റഡി ടൈമിൽ നമുക്ക് എല്ലാവരും ഹാളിലൊരു ടേബിളുണ്ട്, ഓരോരുത്തർക്ക് ഒരു ഡെസ്ക് ഉണ്ട്, എല്ലാ ബുക്സൊക്കെ എടുത്ത് വെക്കാനല്ലോ. അവളെ ഡെസ്കിലപ്പോൾ സ്റ്റഡി ടൈം നിർബന്ധമാണല്ലോ. സ്റ്റഡി ടൈമിൽ എല്ലാവരും പഠിക്കുമ്പോൾ അവൾ കുറച്ചേ പഠിക്കുകയുള്ളൂ, പക്ഷേ ക്ലാസ്സിൽ ഫസ്റ്റാണ്, നല്ല ബ്രെയിൻസാണ്. ആ സമയത്ത് അവൾ എന്താ ചെയ്യുക, ഡയറി എഴുതും അബൌട്ട് ഹർ ഡ്രീംസ്. എന്നിട്ട് അവിടെ ഇവിടെ എങ്ങനെ താരാപ്പാര അവിടെ കിടക്കും ഡയറി. നസ്രീനാണ് ടെൻഷൻ. അവൾ പറയും, നീ അല്ലെങ്കിൽ ഡയറി എഴുതണ്ട, ഡയറി എഴുതിയിട്ടുണ്ടെങ്കിൽ ഡെസ്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യും. എപ്പോഴും അടിയാണത്. അപ്പോൾ രസമായിരുന്നു രണ്ടാളും തമ്മിലുള്ള അടി. പിന്നെ ഡോമിട്രിയിൽ എല്ലാവർക്കും ഓരോ അൾമാറുണ്ട്, ഒരു കുഞ്ഞി അൾമാര ഡ്രസ്സൊക്കെ വെക്കാൻ. പർവീനൊക്കെ വാരി വലിച്ചിട്ടാണ് ഇടുക. അതൊക്കെ നീറ്റാക്കി വെക്കാൻ നസ്രീനായിട്ട് അടിയും കൂടും. പിന്നെ നസ്രീന് എല്ലാം അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. നല്ല രസമായിരുന്നു ആ സിസ്റ്റർലി ലവ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. പർവീൻ പിന്നെ മിനിസ്റ്ററായി, ബീഹാറിൽ മിനിസ്റ്ററായി. പിന്നെ അത് റിസൈൻ ചെയ്തിട്ട് പിന്നെ വിമന് വേണ്ടിയിട്ട് കുറേ ഓർഗനൈസേഷൻസിലുണ്ടായിരുന്നു. ഇപ്പം 2 വർഷമായി പർവീൻ ഇല്ല. പിന്നെ മേ ഹാവ് സോൾ റെസ്റ്റ് ഇൻ പീസ്. എന്തോ അസുഖം വന്നിട്ട് പാവം പോയി. നസ്രീൻ്റെ ഒരു ഐഡിയ ഇല്ല എവിടെയാന്ന്. എന്നാൽ എപ്പോഴും ഓർക്കും, ഞാനും ഞാനും 2 പർവീനായിരുന്നു ഒന്നിച്ച് സാരീസ് ബ്ലാക്ക് ബീഡ്സൊക്കെ ഇട്ടത്. നല്ല രസമായിരുന്നു ആ പർവീൻ, നല്ല ഇൻ്റലിജൻ്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു IAS എന്തെങ്കിലും എന്തായാലും എടുക്കും, അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിരുന്നു. അപ്പോൾ ദിസ് episode is dedicated to my friend Parveen. Hope you all enjoyed. Okay, bye.